ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പം ഇങ്ങനെ കാര്യമായി ചെയ്യും ഭയങ്കരമായിട്ട് ഒരുങ്ങാനൊന്നും അറിയില്ല. ബട്ട് ഇന്നിപ്പോൾ സാരിയൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഞാനതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഗെറ്റ് റെഡി വിത്ത് മീ ആയിരിക്കും. വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് കണ്ണിൽ ലെൻസ് വെച്ച് കൊടുക്കാം. ഇപ്പം ലെൻസൊക്കെ ഇട്ട് ഒരുങ്ങുവാണെങ്കിൽ നമുക്കൊരു റിച്ച് ലുക്ക് തോന്നും. മീൻസ് അങ്ങനെ നമ്മൾ നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയാത്തവർ പോലും നന്നായിട്ട് ചെയ്തായിട്ട് തോന്നും. സോ നമുക്കിത് പൊട്ടിക്കാം. വീഡിയോ ചിലപ്പോൾ ഭയങ്കര ലെങ്തി ആകുന്നുണ്ട്. എന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല കേട്ടോ. ഇതെനിക്ക് പറിച്ചെടുക്കാൻ പറ്റില്ല. ഇടിയൊന്ന് പൊട്ടിക്കടി. ഇപ്പോൾ ഒരു കണ്ണിൽ ലെൻസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നഖം ഉണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് വെക്കാനായിട്ട്. പക്ഷെ എൻ്റെ റൈറ്റ് കയ്യിൽ നെയിൽസ് ഇല്ല. സോ ഇത് എളുപ്പത്തിൽ വെക്കാനായി. ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ട് തന്നെ ബട്ടൺ ചുറ്റിക്കളിക്കും. ചിലപ്പോൾ ഇത് പെട്ടെന്നാവും കേട്ടോ. വെക്കാൻ അറിയാനായിട്ട് ടെക്നിക്ക് അറിയാവുന്നവർക്ക് എളുപ്പമാണ്. ഇനി ഇതിപ്പോൾ ഇതിനകത്തെ വെള്ളം ഒന്ന് പോകാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. വെള്ളം വന്നിട്ടില്ല, വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. അതിൻ്റെ പെട്ടെന്ന് വെള്ളം വരും. ഇങ്ങനെയൊന്നുമല്ല, കൊടുകൂടാ വരുന്നതാണ്. ഇതിപ്പം പിന്നെ വരാത്തത് എനിക്കറിയില്ല. ഇനി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഏത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം ഇതെല്ലാം ഡോക്ടർ ഇങ്ങനെ തരുന്ന. അപ്പം സോ ഇതൊന്നും മറ്റേ ബ്യൂട്ടി കോസ്മെറ്റിക്സ് ആ സാധനമൊന്നും അല്ല. ഇതൊക്കെ മരുന്നാണ്. ഇത് തേച്ചിട്ട് തന്നെ കാര്യമുണ്ടോ ചോദിച്ചാൽ അങ്ങനെ കാര്യമൊന്നുമില്ല. മുഖത്തൊത്തം ഗുരുവാ. നമ്മൾ അത്രയും കെയർ ചെയ്യണം. അപ്പം എനിക്കങ്ങനെ ബിസി ലൈഫ് എന്ത് ചെയ്യണം, കെയർ ചെയ്തില്ല. മോയ്സ്ചറൈസറും സൺസ്ക്രീനും നമ്മൾ നോർമലി നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ബട്ട് അത് രണ്ടും മഞ്ഞയായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷൻ ശരിക്കും പിടിക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. എനിക്ക് എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് തുടങ്ങി, പിന്നെ അങ്ങനെ ടൈം എടുത്താൽ ചെയ്യുന്നത്. ടൈം ഇല്ലെങ്കിൽ ഇതെല്ലാം ഞാനെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഫൗണ്ടേഷൻ ഇടാതെ പോകാറുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കണ്ണിടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന മിറർ ആക്ച്വലി എനിക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റുന്ന ഇവിടുന്ന. പക്ഷെ ഇപ്പം കുഴപ്പമില്ല. സൺസ്ക്രീനൊക്കെ കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഇനി ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഫൗണ്ടേഷൻ അങ്ങ് ഇടാത്ത സാധനമാണ്. നിങ്ങൾ കണ്ണിൻ്റെ ഇവിടെ കൺസീലറാണ് ഇട്ട് കൊടുക്കണ്ടേ. ഞാൻ പിന്നെ ഒന്നും ഫേസിൽ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടാത്തതുകൊണ്ടാണ്. ഇനി എവിടെയും കുരു വരാൻ ബാക്കിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്ത് സാധനം ഫേസിലിട്ടാലും അത് കഴുത്തിലും ഇടാൻ കൂടി ഒന്ന് ഓർക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ സൺസ്ക്രീൻ മുഖത്ത് മാത്രം ഇട്ടിട്ട് കഴുത്തിലിടാണ്ട് പോയിട്ട് എൻ്റെ ഫേസും കഴുത്തും ഇപ്പോൾ 2 കളറിൽ ഇരിപ്പുണ്ട്. സോ നിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഞാനൊരു ടിപ്പ് തന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് ഇടണം കേട്ടോ. നല്ല ഈ മാർക്കെല്ലാം ഒഴിവാക്കിയിട്ട് നല്ല രീതിക്ക് ഇടണം. പക്ഷെ എൻ്റെ ഇത് ഒഴിവാക്കണമെങ്കിൽ ഞാൻ വേറൊരു ഫൗണ്ടേഷൻ കൂടി എക്സ്ട്രാ വാങ്ങുന്നുണ്ട് ഈ കുരുമുഖത്ത് അടച്ച് വരെ. സോ ദെൻ നമുക്ക് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം. ദെൻ നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഐ ഷാഡോ ഇട്ട് കൊടുക്കും. ശരിക്കും ഹൈലൈറ്ററും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയോ എനിക്കറിയത്തില്ല. മാറിപ്പോലും കുഴപ്പമില്ല, അത്ര സാധനമാണ്. സോ നമുക്ക് ഏത് ഡ്രസ്സാണ് ഇടുന്നത് അതുമായിട്ടൊന്ന് സെറ്റായിട്ട് പോകുന്നൊരു കളറ് സാധനം ഇട്ട് കൊടുക്കാം. ഗൈസ്, ഇനി ചെയ്യാൻ പോണത് ഈ നമ്മൾ ഐ ഷാഡോ പാലറ്റിലുള്ള തന്നെ ബ്ലാക്ക് കളർ എടുത്തിട്ട് ഞാൻ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ബ്ലാക്ക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ സ്മോക്കി ഐസ് പോലെ കിട്ടും. ശരിക്കും കറക്റ്റ് കിട്ടില്ല, പക്ഷെ നമുക്ക് ഐലൈനർ വെറുതെ എഴുതുന്നതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് കിട്ടും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നീ റിസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ആൻസർ. കേട്ടോ, നമുക്ക് കുറച്ച് ഫിനിഷിങ് വന്നില്ലേ, അങ്ങനെ വരും. ഇനിയിപ്പോൾ ഐലൈനറും കൂടി നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ദെൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഐബ്രോ പെൻസിൽ വെച്ചിട്ടോ എന്ന് വെച്ചിട്ടായാലും ചെയ്താൽ മതി. എൻ്റെ പുരികത്തിന് വെട്ടും പാടൊക്കെയുണ്ട് പണ്ട് വീണതിൻ്റെ. അപ്പം സോ അതെനിക്ക് ഫില്ലാക്കാതിരിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ഫില്ലാക്കാനും അത് ബുദ്ധിമുട്ടാണ്, ഭയങ്കര അലമ്പ. സോ അത് ഫില്ലാക്കിയിട്ട് അടിച്ചിട്ട് ഇനി ഐലൈനർ ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും താഴെ ഇട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മേലെ ഇട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ താഴെ ഇടാറുള്ളൂ. കാരണം ചില സമയത്തും താഴെ മേലെ വരുമ്പോഴത്തേക്ക് തന്നെ കണ്ണങ്ങോട്ട് വലുതാവും. ഇപ്പം ചെറിയ കണ്ണാണ് നിങ്ങൾ താഴെ മേലെ എഴുതി നല്ല ഭംഗിയായിരിക്കും. എൻ്റെ കണ്ണ് അത്യാവശ്യം കാണും. അതുകൊണ്ട്
അത്രയും ഒന്നും അങ്ങനെ ഓവർ ആക്കാറില്ല എവിടെയെങ്കിലും പോകുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഷൂട്ടൊക്കെ ആകുമ്പോൾ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. എന്നാൽ നമുക്ക് മേലെ എഴുതിയിട്ട് നോക്കാം. എന്നിട്ട് ആവശ്യമുണ്ട് താഴെ. അപ്പോൾ എൻ്റെ ക്യാമറാമാൻ്റെ പ്രത്യേക നിരീക്ഷണത്തിൽ താഴെയും കൂടി എഴുതണം എന്നാണ് പറയുന്നത്. സാരിയൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ മാലൊക്കെ ഇട്ട് എഴുതി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ കണ്ണ് എഴുതി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് മസ്കാര കൂട്ടിയിട്ട് ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ ഐലാഷ് വെക്കുന്നവർക്ക് വെക്കാട്ടെ. ഞാൻ പൊതുവേ വെക്കാറൊക്കെ ഉണ്ട്, പക്ഷെ ഇന്നിപ്പം ഐലാഷിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ആഡംബരത വേണ്ട എന്നുള്ളത് കൊണ്ട് ഐലാഷ് വെക്കാതെ മസ്കാര വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ണ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാം. ഹൈലൈറ്റർ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഇതുവരെ ചെയ്ത മേക്കപ്പ് നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ടാവും. ഇത് കുറച്ചൊരു ഗിൽറ്റ് പോലെ വരുന്ന, ഗിൽറ്റ് അല്ല, അങ്ങനെ വരുന്നൊരു ഹൈലൈറ്ററാണ്. ലിപ്സ്റ്റിക്ക് 2 ഷെയ്ഡ് ഇട്ട് പരീക്ഷിക്കാത്ത ഗേൾസ് കുറവായിരിക്കും. സോ ഞാനും അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും കേട്ടോ. പൊട്ടും ഇതൊക്കെ നമുക്ക് സാരി ഇട്ട് കഴിഞ്ഞിട്ട് ഏതാണോ സൂട്ടാവുന്നത് അതനുസരിച്ച് വെക്കാം. അപ്പോൾ സാരി എടുത്തിട്ട് ഗൈസ്, അപ്പോൾ സാരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബ്യൂട്ടിഫുൾ സാരി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതെനിക്ക് അയച്ചു തന്നിട്ടുള്ളത് മുക്താറാസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സാരീൻ്റെ പേജിൻ്റെ ലിങ്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇത് അടിപൊളിയായിട്ട് ഉള്ള സാരി. ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ഇതിൻ്റെ ഹാഫ് സാരിയും കാര്യങ്ങളൊക്കെ. പല്ലുവിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, ബാക്കിയെല്ലാം സെയിം ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അമ്മയാണ്. അപ്പം നിങ്ങൾക്ക് ബ്ലൗസ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് ദൂരെ നിന്നും വന്ന് എന്തായാലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ബ്ലൗസിനും നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറിയും കാര്യങ്ങളും എല്ലാം ഉള്ള അതാണ്. അപ്പം നിങ്ങൾക്ക് ബ്ലൗസും ആവശ്യമുണ്ടെങ്കിൽ പറയാം. പിന്നെ ഈ സാരി ഡ്രേപ്പ് ചെയ്യാൻ പാകത്തിന് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് തന്നത് അമ്മ തന്നെയാണ് കേട്ടോ. ആൻഡ് ഇത് ഉടുപ്പിച്ച് തന്നിരിക്കുന്നത് മൈ ഹസ്ബൻഡ്. ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പം ഉടുപ്പിച്ച് തന്നിട്ടുണ്ട്. താങ്ക്സ്. ഓക്കെ, അപ്പം ഇതാണ്. അപ്പം അപ്പൊ സാരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പൊട്ട് തൊട്ട് കൊടുക്കാം. ഓക്കെ ആണോ? ഭയങ്കര ഓവറായിപ്പോയോ? സാരി ഉണ്ടാക്കിയിരിക്കും അല്ലേ? ചന്ദനമൊന്നും വേണ്ടല്ലോ, സിമ്പിൾ ഇടാം. അപ്പം നമുക്ക് മുടി കെട്ടി കഴിഞ്ഞിട്ട് ഇപ്പം ഹെയർ ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കി ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നോർമലി സാരി ഒന്നും എടുക്കാറില്ലല്ലോ. സോ ഇതൊരു വെറൈറ്റി ലുക്കായിരിക്കും. യൂട്യൂബിൽ ഇതുവരെ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. സോ ഇതാണ് മേക്കപ്പ് ലുക്ക്, കംപ്ലീറ്റ് ലുക്ക്. ഓർണമെന്റ്സ് ഒന്നും ഇട്ടിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാരി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് കൊണ്ട് ഞാൻ എല്ലാ ഓർണമെന്റ്സും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ എല്ലാവരും ചെയ്തേക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.